വാംനികോം, അതായത് വൈകുണ്ഠ മെത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, ICM അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, ദെൻ ജൂനിയർ ട്രെയിനിങ് സെൻറ്റേഴ്സ്. നമ്മൾ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ ഉപവിഭാഗങ്ങളായിട്ട് താഴെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിന് കീഴിലായിട്ട് വരുന്ന NCCTയുടെ കീഴിലായിട്ട് വരുന്ന 3 തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് വാംനികോം, ICM, JTC. ഇതിൽ വാംനികോം അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ICM മിഡിൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. JTC ജൂനിയർ അതായത് സബോർഡിനേറ്റ് ലോവർ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് പറഞ്ഞു. ദെൻ എന്തൊക്കെയാണ് ഇതിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്ന് കൂടി നമുക്ക് നോക്കാം. എന്താണ് വാംനികോം? വാംനികോമിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ് വാംനികോം ഉണ്ടായത്? വൈകുണ്ഠ മേത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. ഇത് തുടക്കത്തിൽ VL മേത്തയും ജോഷി എന്നീ 2 കോപ്പറേറ്റേഴ്സാണ് ഇതിൻ്റെ തുടക്കക്കാർ. അത് തുടക്കം കുറിച്ചത് 1918 ആദ്യത്തെ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് ബോംബെയിൽ എന്ത് ചെയ്യുന്നത്, ആദ്യമായി ഒരു കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പിൽക്കാലത്ത് വാംനികോമായി മാറുകയാണ് ഉണ്ടായത്. തുടക്കത്തിലുണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അപ്ഗ്രേഡ് ചെയ്ത് ഒരു അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇത് അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് അറിയപ്പെടുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണ് ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത്. മാനേജർമാർ വരെയുള്ള ആളുകൾക്കുള്ള ട്രെയിനിങ്ങുകൾ, അവർക്കുള്ള കോഴ്സുകളൊക്കെ കൊടുക്കുന്നത് ഈ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ്. ഈ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രത്യേകത, ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് പൂനെയിലാണ്. ഇതിൻ്റെ ഐഡിയ ഞാൻ പറഞ്ഞ പോലെ VL മേത്ത ആൻഡ് ജോഷി എന്നീ 2 കോപ്പറേറ്റേഴ്സിൻ്റെ മനസ്സിൽ ഉദിച്ച ആശയമാണ് എന്തായി മാറുന്നത്, 2 ട്രെയിനിങ് സെൻറ്റേഴ്സായി മാറുന്നത്. 1946 വരെ പിന്നീട് ഒരു ട്രെയിനിങ് സെൻറ്റർ എന്നുള്ള ആശയം എന്തായിരുന്നില്ല, പ്രാവർത്തികമായിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ഫെസിലിറ്റീസും ഉള്ള ട്രെയിനിങ് സെൻറ്റർ എന്നുള്ള ആശയം പൂർത്തീകരിക്കാൻ 1947 വരെ കാത്തിരിക്കേണ്ടി വന്നു. 1947 VL മേത്ത മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷനായി, ബോംബെ പ്രൊവിൻസിൽ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആയ സമയത്താണ് ട്രെയിനിങ് സെൻറ്റർ എന്ത് ചെയ്യുന്നത്, പിന്നീട് ആരംഭിക്കുന്നത്. ബോംബെ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ഡിസൈഡഡ് ടു എസ്റ്റാബ്ലിഷ് എ ട്രെയിനിങ് സെൻറ്റർ അറ്റ് പൂനെ. അങ്ങനെയാണ് പൂനെയിലെ ഈ ട്രെയിനിങ് സെൻറ്റർ എന്ന് ചെയ്യുന്നത് സ്ഥാപിക്കുന്നത്. പിന്നീട് വൈകുണ്ഠ മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന പേരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറിയത് ഈ VL മേത്ത തുടക്കം കുറിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആ കാലത്ത് ബോംബെ പ്രൊവിൻസിൽ മാത്രമുള്ള ട്രെയിനിങ് ആയിരുന്നു കൊടുത്തിരുന്നത്. അത് ട്രെയിനിങ് ഓൺ ദി കോർപ്പറേഷൻ ടു എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ്സ് ആൻഡ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബോംബെ പ്രൊവിൻസ് ഓൺലി. ഈ പൂനെ ട്രെയിനിങ് സെൻറ്റർ കോപ്പറേറ്റീവ് ബോംബെ പ്രൊവിൻസിലുള്ള മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കൊടുത്തിരുന്നത്. എന്നാൽ 1951 RBIയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അവ ഡൈവേഴ്സിഫൈ ചെയ്തു, പ്രോഗ്രാംസ് ഡൈവേഴ്സിഫൈ ചെയ്തു. ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം കോഴ്സസ് എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്യാനുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം എന്ത് ചെയ്തു, അംഗീകരിച്ചുകൊണ്ട് 1952 ലോങ് ടേം കോഴ്സും ഷോർട്ട് ടേം കോഴ്സസ് ആരംഭിക്കുകയുണ്ടായി.
അതിനുശേഷം കോർപ്പറേഷൻ മിനിസ്റ്റേഴ്സിൻ്റെ കോൺഫറൻസിൽ വെച്ച് ഈ കോപ്പറേറ്റീവ് പൂനെ സെൻറ്ററിനെ എന്തായി അംഗീകരിക്കുകയാണ് ചെയ്തത്. പൂനെ സെൻറ്ററിനെ നാഷണൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് എന്ത് ചെയ്തു, അപ്ഗ്രേഡ് ചെയ്യുകയുണ്ടായി. 1963 അത്തരത്തിൽ അപ്ഗ്രേഡ് ചെയ്ത സെൻറ്ററാണ് പിൽക്കാലത്ത് വൈകുണ്ഠ മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റായി മാറിയത്. അതും പൂനെ സെൻറ്റർ നാഷണൽ കോപ്പറേറ്റീവ് കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയും അതേ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ ഒരു ട്രെയിനിങ് സെൻറ്റർ ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ് സെൻറ്ററിൻ്റെ പേര് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഫോർ കൺസ്യൂമർ ബിസിനസ് എന്നായിരുന്നു. ഈ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഫോർ കൺസ്യൂമർ ബിസിനസ്സും പൂനെ സെൻറ്റർ നാഷണൽ കോപ്പറേറ്റീവ് കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട പൂനെ സെൻറ്ററും അമാൽഗമേറ്റ് ചെയ്തുകൊണ്ടാണ് 1966 വൈകുണ്ഠ മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ഫോം ചെയ്യപ്പെടുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് വൈകുണ്ഠ മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, അതായത് ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവിനെ വാർത്തെടുക്കാൻ വേണ്ടി ഫോം ചെയ്യപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് അതാണ് നമ്മൾ പറഞ്ഞത്. 1918 തന്നെ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 1946 നമ്മൾ പൂനെയിൽ ഉള്ള സെൻറ്റർ എന്ത് ചെയ്തു, തുടക്കം കുറിച്ചു. അത് 1952 പുതിയ കോഴ്സുകൾ ആരംഭിക്കുകയും 1960 അത് പൂനെ സെൻറ്ററിന് എന്താക്കി കോപ്പറേറ്റീവ് ട്രെയിനിങ് 1963 പൂനെ സെൻറ്ററിനെ നാഷണൽ കോപ്പറേറ്റീവ് കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് എന്ത് ചെയ്തു, അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കൂടെ അനദർ ട്രെയിനിങ് സെൻറ്റർ ഫോർ പ്രൊവൈഡിങ് ട്രെയിനിങ് ഫോർ പേഴ്സണൽ ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന സെൻറ്ററായിട്ടുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഫോർ കൺസ്യൂമർ ബിസിനസ്, ഇവയെ രണ്ടിനെയും അമാൽഗമേറ്റ് ചെയ്തുകൊണ്ട് ഒരൊറ്റ സെൻറ്ററാക്കി മാറ്റുകയാണ് വൈകുണ്ഠ മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ചെയ്തത്. അത് നടക്കുന്നത് 1966 1966 കൂടിയാണ് എന്ത് ചെയ്യുന്നത്, വാംനികോം നിലവിൽ വരുന്നത്. അപ്പോൾ വാംനികോം എന്ന് പറഞ്ഞാൽ പൂനെയിലുള്ള അപെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് രൂപം കൊള്ളുന്നത്, അതിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ പറഞ്ഞു. വാംനികോമിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നോക്കാം. വാംനികോം എന്നുള്ളത് planning, training, programming, consultation with the user organization, and also the feedback received by its from trainees. Varnicom conducting 70 courses. ഇന്നത് 70 courses ഉള്ള നൽകുന്ന 70ഓളം കോഴ്സസ് നൽകുന്ന വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ഇൻക്ലൂഡിങ് PG ഡിപ്ലോമ കോഴ്സ് ഇൻ കോപ്പറേറ്റീവ് ബിസിനസ് മാനേജ്മെൻറ്റിൽ PG ഡിപ്ലോമ കോഴ്സും കൊടുക്കുന്നുണ്ട്. അത് കോപ്പറേറ്റീവ് രംഗത്ത് മാനേജ്മെൻറ്റ് വിദഗ്ധന്മാരെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓവറോൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1500 ആണ്. ഒരു വർഷത്തെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1500 കുട്ടികളാണ്. വാംനികോം ഈസ് അഡാപ്റ്റിംഗ് ഇന്നോവേഷൻ ട്രെയിനിങ് പ്രോഗ്രാം പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. സോ ആസ് ടു പ്രൊവൈഡ് മോർ മാനേജറിയൽ ഇൻപുട്സ് ആസ് വെൽ ആസ് ടു ഡെവലപ്പ് പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ഹയർ ലെവൽ ഓഫീഷ്യൽസ്. ഹയർ ലെവൽ ഓഫീഷ്യൽസിന് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ നൂതനമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. പുതിയ എക്കണോമിക് പോളിസിയുടെ കാലത്ത്, പുതിയ സാമ്പത്തിക പരിസ്ഥിതിയിലൊക്കെ ചേഞ്ചിങ് എക്കണോമിക് എൻവയോൺമെൻറ്റ് ആൻഡ് പ്രിഫേഴ്സ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ഇൻ ദി കൺട്രി. കോപ്പറേറ്റീവ്സിൻ്റെ മാനേജ്മെൻറ്റിനും പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ഉള്ള ആളുകളെ വളർത്തിയെടുക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വാംനികോം എന്ത് ചെയ്യുന്നത്, നിലകൊള്ളുന്നത്. ദെൻ നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, ICMകളാണ്. എന്താണ് ICM എന്നുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വാംനികോം ICM അപെക്സ് ലെവലിലുള്ളതും മിഡിൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ICM
മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ ആരാണ് NCCT ഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ് ICM എന്ന് പറഞ്ഞാൽ? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ICM മിഡിൽ ലെവൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഇന്ത്യയിൽ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന് മിഡിൽ ലെവലായിട്ടുള്ള ഓഫീസേഴ്സിന്, മിഡിൽ ലെവലായിട്ടുള്ള പേഴ്സണലിനെ എന്ത് ചെയ്യുക, ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന സെൻറ്ററുകളാണ് ICM. പ്രൊവൈഡ്സ് ട്രെയിനിങ് ഫെസിലിറ്റീസ് ടു ദി മിഡിൽ ലെവൽ പേഴ്സണൽ ഓഫ് കോപ്പറേറ്റീവ്സ് ആൻഡ് ഓഫീസേഴ്സ് ഓഫ് ദി ഗവൺമെൻറ്. അത്തരത്തിൽ ഏകദേശം 191 ICMs എന്തിലുണ്ട്? ഇന്ത്യയിലുണ്ട്. മിഡിൽ ലെവൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്ത് ICM. അത് NCCTയുടെ അണ്ടറിലാണ് എന്ത് ICM. NCCTയുടെ അണ്ടറിൽ തന്നെയാണ് വാംനികോമും, NCCTയുടെ അണ്ടറിൽ തന്നെയാണ് ICM വരുന്നത്. അതേസമയം ജൂനിയർ ട്രെയിനിങ് സെൻറ്റേഴ്സ് ആണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ കീഴിൽ വരുന്നത്. ICM provides training facility to middle level personnel of cooperatives and officers of the government. അത്തരത്തിൽ 191 ICMs ആണ് ഇന്ത്യയിലുള്ളത്. 2 in കേരള. ഇതിൽ 2 കേരളത്തിലാണ്, കണ്ണൂർ ആൻഡ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തും കണ്ണൂരുള്ള 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് കേരളത്തിലുള്ളത്. ഇത് കോപ്പറേറ്റീവ് ബാങ്കിങ്, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കിങ്, കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്, ഹാൻഡ്ലൂം, കയർ, ഡയറി, ഫിഷറീസ് ഇവയുടെയൊക്കെ സ്പെഷ്യൽ കോഴ്സസ് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ എന്നുള്ള HDC കോഴ്സും നൽകുന്നുണ്ട് ചില സ്ഥാപനങ്ങൾ. ചില ICMകൾ ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന്. ICM എന്ത് ചെയ്യുന്നു, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ നീഡ്സ് ഓഫ് ദി ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് സെക്ടേഴ്സിലെ നീഡ്സിനനുസരിച്ചുള്ള കോഴ്സുകൾ ഓഫർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഡിഫറെൻറ്റ് സെക്ടേഴ്സിൻ്റെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ ഈ ICM വഴി കഴിയുന്നു എന്നുള്ളതാണ് ICMകളുടെ പ്രത്യേകത. അപ്പോൾ ICMകളുടെ മിഡിൽ ലെവലായിട്ടുള്ള ആളുകളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ എന്ത് ചെയ്യുന്നു, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, നന്നായി അതിൻ്റെ കോമ്പിറ്റൻസി എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. അത്തരത്തിൽ അതിൻ്റെ ഒരു പ്രൊഫഷണലൈസേഷൻ എന്ത് ചെയ്യുന്നു, സാധ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ NCCTയുടെ ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ ആ എഡ്യൂക്കേഷൻ്റെ, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സിൽ എന്താണ്, മാനേജ്മെൻറ്റിനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആ മാനേജ്മെൻറ്റ് തലത്തിൽ വരുന്ന ആളുകളെയും അതുപോലെ സാധാരണ ആരായിട്ടുള്ള കോപ്പറേറ്റീവ്സിലെ മെമ്പേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒക്കെയും ഒബ്ജക്റ്റീവ്സ്. അത്തരത്തിലൊരു ഒബ്ജക്റ്റീവ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ICMഉം എന്ത് ചെയ്തിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, ICMനും കഴിയുന്നുണ്ട് എന്ന് പറയാം. Then next, subordinate training centers. Subordinate training centers, അതായത് ജൂനിയർ ട്രെയിനിങ് സെൻറ്റേഴ്സ്. ഏറ്റവും ലോവസ്റ്റ്, these centers are the lowest levels and institutions in the cooperative training setup in India. കോപ്പറേറ്റീവ് ട്രെയിനിങ് സെറ്റപ്പിലെ ഏറ്റവും ലോവസ്റ്റ് ലെവൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ജൂനിയർ ട്രെയിനിങ് സെൻറ്റേഴ്സ് നടത്തുന്നത്. ജൂനിയർ ട്രെയിനിങ് സെൻറ്റേഴ്സ് പ്രൊവൈഡ് ട്രെയിനിങ് ഫെസിലിറ്റി ടു ലോവർ ലെവൽ പേഴ്സൺ. ലോവർ ലെവൽ പേഴ്സണിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്ത്, ജൂനിയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ജൂനിയർ ട്രെയിനിങ് സെൻറ്റേഴ്സ്. അപ്പോൾ ഏറ്റവും താഴെക്കിടയിലുള്ള ട്രെയിനിങ് ലെവലിലുള്ള എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്
ഈ ജൂനിയർ ട്രെയിനിങ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ് സ്ഥാപിതമായത്. ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദി സെൻറ്റേഴ്സ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണുള്ളത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കരിക്കുലം ഫോർ ട്രെയിനിങ് പോളിസി ഒക്കെ തീരുമാനിക്കുന്നത് NCCT തന്നെയാണ്. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് തന്നെയാണ് ഇതിൻ്റെ കരിക്കുലവും ട്രെയിനിങ്ങും അതുപോലെ പോളിസിയൊക്കെ തീരുമാനിക്കുന്നത്. അത്തരത്തിൽ 93 JTCs ആണ് ഇന്ത്യയിലുള്ളത്. അതിൽ 9 സെൻറ്റേഴ്സ് കേരളത്തിലും ഉണ്ട്. അപ്പോൾ എന്താണ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, എന്താണ് കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്നുള്ളത്? കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് സ്റ്റേറ്റിൻ്റെയും നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ്റെയും ഒക്കെ കീഴിലായിക്കൊണ്ട് NCCTയുടെ ഒക്കെ കീഴിലായിക്കൊണ്ട് ആണ് കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സ് പ്രവർത്തിക്കുന്നത്. അതിലൊന്നാമത്തതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള അപ്പെക്സ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള വാംനികോം. രണ്ടാമത്തത് ആണ് മിഡിൽ ലെവലിൽ വരുന്ന കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ICMകൾ. അത്തരത്തിൽ 191 ICMകൾ ഇന്ത്യയിലുണ്ടെന്ന് പറഞ്ഞു. ദെൻ ഏറ്റവും താഴെ ലോവസ്റ്റ് ലെവൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് ആയിട്ടുള്ളതാണ് ജൂനിയർ ട്രെയിനിങ് സെൻറ്റർ അല്ലെങ്കിൽ സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ്. ഇത്തരത്തിൽ 3 തരത്തിലാണ് കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉള്ളത്. ഈ 3 തരത്തിലുള്ള കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 3 തരത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു. ഒന്ന്, ഏറ്റവും ടോപ്പ് ലെവലായിട്ടുള്ള എക്സിക്യൂട്ടീവിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നു. രണ്ടാമത്തത് മിഡിൽ ലെവലായിട്ടുള്ള പേഴ്സണലിന് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്നു. മൂന്നാമത്തത് ലോവർ ലെവൽ എംപ്ലോയീസ്, ലോവർ ലെവലായിട്ടുള്ള പേഴ്സണിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. ലോവർ ലെവലിലുള്ള എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നു. ലോവർ ലെവൽ എംപ്ലോയീസിനുള്ള ട്രെയിനിങ്, ഏറ്റവും സീനിയർ ഓഫീഷ്യൽസിനുള്ള ട്രെയിനിങ്, മിഡിൽ ലെവലിലുള്ള ട്രെയിനിങ്. ഈ രീതിയിൽ 3 തരത്തിലാണ് ട്രെയിനിങ്ങിന് തരംതിരിച്ചിട്ടുള്ളത്. അതിൽ 2 സെൻറ്റേഴ്സ് നമ്മൾ പറഞ്ഞു NCCയുടെ കീഴിൽ തന്നെയാണ്. അതേസമയം സബോർഡിനേറ്റ് അല്ലെങ്കിൽ ജൂനിയർ ട്രെയിനിങ് സെൻറ്റേഴ്സിൻ്റെ കരിക്കുലം ഫോർ ട്രെയിനിങ്ങും പോളിസിയൊക്കെ തീരുമാനിക്കുന്ന NCCT തന്നെയാണ്. അതേസമയം അഡ്മിനിസ്ട്രേഷൻ ഓഫ് സെൻറ്റേഴ്സ് ജൂനിയർ ട്രെയിനിങ് സെൻറ്റേഴ്സ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് എന്നും പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വാംനികോം ICM ജൂനിയർ ട്രെയിനിങ് സെൻറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. പറഞ്ഞ് ഇന്ത്യയിൽ 191 ICMs ഉണ്ട്, 93 JTCs ഉണ്ട്, 2 ICMs ആണ് കേരളത്തിലുള്ളത്, 9 ജൂനിയർ ട്രെയിനിങ് സെൻറ്റേഴ്സാണ് കേരളത്തിൽ ഉള്ളത്.